സംസാരിച്ചപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് പാതഞ്ജലി സൂത്രം നല്ല മനസ്സിലാകുന്നുണ്ട്. അത് പേടിക്കണ്ട, അത് മനസ്സിലാകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ അറിയുന്നേ ഉള്ളൂ, അല്ലേ? ചൊവ്വായിലേക്കും അതുപോലെ തന്നെ ചന്ദ്രനിലേക്കുമൊക്കെ യാത്ര നടക്കുന്നുണ്ട്, ആരൊക്കെയോ പോകുന്നുണ്ട് എന്നേ നമ്മൾ അറിയാറുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പൊന്നും എടുക്കാറില്ല. അതേപോലെ ചില വിഷയങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാൻ മാത്രമേ ഈ ജന്മത്തിൽ സാധിക്കത്തുള്ളൂ. ആ വിഷയത്തിലേക്ക് വളരെ ശക്തമായി ഇറങ്ങാൻ നമുക്ക് സാധിക്കില്ല. ചിലപ്പോൾ നമ്മൾ സമാധിപാദം മാത്രം, സമാധിപാദം പാതഞ്ജലി യോഗ സൂത്രത്തിൽ അല്പം ഗഹനമായ വിഷയമാണ്. അത് മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ആ 55 വേണമെങ്കിലും ഒന്ന് തിരിച്ചു വരാം. അപ്പൊ നിങ്ങൾ മനസ്സിലാകാത്തതിലൊന്നും പേടിക്കണ്ട, നമ്മൾ മനസ്സിലാക്കിയിട്ടേ പോകും. അപ്പൊ ഇന്ന് രാമായണ മാസമായതുകൊണ്ട് ഞാൻ നേരെ ഋതുക്കൾ അനുസരിച്ച് നമ്മൾ എങ്ങനെ ഈ ശീതകാലത്തിൽ അല്ലെങ്കിൽ വർഷ ഋതുവിൽ എങ്ങനെ ആരോഗ്യത്തെയും നമ്മുടെ ശാരീരിക മാനസിക രോഗപ്രതിരോധ ശേഷിയെ എങ്ങനെ ഉയർത്തണം എന്ന് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ കാലം എന്ന് പറയുന്നത് ഭാരതീയ മനഃശാസ്ത്രത്തിൽ ഒരു ഭഗവാൻ തന്നെയാണ്. കാലോകി നാമ ഭഗവാൻ യഥോചിത കർമ്മ അനുസാരി. അതായത് കാലം എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും എല്ലാം നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രകൃതി എന്ന സത്യവും നിത്യസത്യവും ദൈവവും തന്നെയാണ്. അത് ഭാരതീയ മനഃശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈശ്വരീയ ഭാവം നമ്മളെ സഹായിക്കുന്ന, നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാത്തിനെയും ഈശ്വരീയ ഭാവം നൽകി നമ്മുടെ ഒപ്പം ചേർക്കുക. നമ്മൾ പറഞ്ഞു മനുഷ്യനൊരിക്കലും ഈശ്വരന്റെ നേരിട്ടുള്ള സൃഷ്ടിയല്ല. ഈശ്വരൻ പഞ്ചമഹാഭൂതങ്ങളും ഒരു 4 കാരണദ്രവ്യങ്ങൾ, വീണ്ടുമുള്ള 4 കാരണദ്രവ്യങ്ങൾ, അതായത് ആത്മാവ്, മനസ്സ്, കാലം, ദൃക്ക്, വായു, ആകാശം, വായു, ഭൂമി, അഗ്നി, ജലം, ഈ 5 പഞ്ചമഹാഭൂതങ്ങളോടൊപ്പം ആത്മാവ്, മനസ്സ്, കാലം, ദൃക്ക്, കാലം ടൈം, ദൃക്ക് ഡയറക്ഷൻസ്, ഓരോ ഭാഗം, കിഴക്ക്, ഇതാണ് ശരിക്കും ഈശ്വരന്റെ നേരിട്ടുള്ള സൃഷ്ടി എന്ന് പറയുന്നത്. അത് സംയോജിപ്പിച്ചതിന് ശേഷം കോടാനുകോടി ജീവജാലങ്ങൾ ഈ ഭൂമുഖത്തുണ്ടാകും. ഈ 9 ഇല്ലാത്ത ജീവജാലങ്ങളില്ല. നമുക്ക് കാലത്തെയോ അല്ലെങ്കിൽ പഞ്ചമഹാഭൂതത്തിൽ ഒന്നിനെയോ ഇല്ലെങ്കിൽ ദൃക്കിനെയോ ആത്മാവിനെയോ മനസ്സിനെയോ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സൃഷ്ടിയെ സാധ്യമല്ല ഭാരതീയ സങ്കല്പത്തിൽ. അതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കാലത്തെയാണ്. കാലത്തെ നമ്മൾ ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും 2ആയിട്ട് തരംതിരിക്കും. ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും. ഉത്തരായനം എന്നതിനെ നമുക്ക് ആധാനകാലമെന്നും ദക്ഷിണായന കാലത്തെ വിസർഗകാലമെന്നും കൂടി പറയാം. ഈ ഉത്തരായന കാലം എന്ന് പറയുന്നത് ഏകദേശം ജനുവരി തൊട്ട് മെയ് അവസാനം വരെയും, അത് ഓരോ ദൃക്കിനനുസരിച്ച് കുറച്ച് വ്യത്യാസം വരും. നോർത്ത് ഇന്ത്യയില്, ബഹ്റിനില്, ഹോങ്കോങ്ങിൽ, അങ്ങനെ സ്ഥലം മാറുന്നതനുസരിച്ച് ഈ ഉത്തരായന ദക്ഷിണായനത്തിന് അല്പം മാറ്റം വരും. കാരണം ഇത് സൂര്യന്റെ ഭ്രമണ വ്യവസ്ഥയ്ക്കനുസരിച്ച് ചിട്ടപ്പെടുത്തിയതാണ്. നമ്മളിപ്പം സംസാരിക്കുന്ന ഉത്തരായനവും ദക്ഷിണായനവും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും യോജിക്കുന്നത്. ഇതിൽ മാറ്റം വരും. അപ്പൊ ഏകദേശം ജനുവരിയിൽ തുടങ്ങി മെയ് അവസാനം വരെ എത്തി നിൽക്കുന്നതിനെയാണ് ഉത്തരായനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഉത്തരായന കാലത്തില് ആഗ്നേയം വളരെ ചൂട് കൂടി വരുന്ന സമയമാണ്, അല്ലെ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്,
മാർച്ച് ഏപ്രിൽ മെയ് വരുമ്പോഴത്തേനും, മെയ്യിലൊക്കെ വരുമ്പോഴത്തേനും സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉഷ്ണവീര്യ പ്രധാനമായി നിൽക്കുന്ന സമയമായിട്ട് വരും. സൂര്യപ്രകാശം ഏറ്റവും ശക്തമായി വരും. അടുത്തതാണ് ദക്ഷിണായന കാലം, അഥവാ സൂര്യൻ ദക്ഷിണ അഭിമുഖമായി സഞ്ചരിക്കുന്ന കാലം. ഇതിന് വിസർഗകാലം എന്ന് പറയുന്നു. വിസർഗത്തിന് സൗമ്യം എന്നും അഥവാ തണുത്ത കാലമെന്നും പറയും. അപ്പം നമുക്ക് കേരളത്തിലുള്ളവർക്ക് അത് വളരെ വ്യക്തമാണ്. ഈ പ്രാവശ്യം ദക്ഷിണായനം വളരെ പെട്ടെന്ന് വന്നു, അല്പം മുമ്പ് തന്നെ വന്നു. അത് കാലാവസ്ഥയ്ക്ക്, കാലത്തിന് ശരിക്കും യുഗം പോകുന്നതനുസരിച്ച് വ്യത്യാസങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് അല്പം ഏറ്റക്കുറച്ചിൽ വരുന്നത്. അതൊരിക്കലും നന്നല്ല. കാലത്തിൻ്റെ ഭേദം വരുന്നത് ഈ ഭൂമുഖത്തെ സർവചരാചരങ്ങളെയും ഭയങ്കരമായി ബാധിക്കും. അതായത് നമ്മൾ കാലത്തിൻ്റെ നമ്മളുടെ സഹായതയെ പ്രപരം, അപരം, മധ്യമം എന്ന രീതിയിൽ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ കാലം തന്നെ നമ്മളെ സന്തോഷിപ്പിക്കാതെ വരിക, അല്ലെങ്കിൽ വിപരീതമായി നിൽക്കുക, അതിനെ നമ്മൾ എന്താണ് അപരമെന്ന് പറയും. അതായത് നല്ലപോലെ മഴ ലഭിക്കേണ്ട സമയത്ത് ലഭിക്കാതിരിക്കുക, വെയിൽ ലഭിക്കേണ്ട സമയത്ത് ലഭിക്കാതിരിക്കുക, മഴ ലഭിക്കേണ്ട സമയത്ത് വെയിൽ വരിക, അങ്ങനെ മാറ്റങ്ങൾ വരുന്നത് ശരിക്കും ഈ കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏറ്റവും അധികം ധർമ്മം ക്ഷയിക്കുകയും കാലത്തിൻ്റെയും അതുപോലെ തന്നെ ഉത്തരായണ ദക്ഷിണായനത്തിൻ്റെയൊക്കെ പ്രകൃതിയുടെ തന്നെ ഭാവങ്ങൾക്ക് മാറ്റം വരുന്ന ഒരു വ്യവസ്ഥ സംജാതമാകുന്ന കാലത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം. വളരെ നമ്മുടെ ആഹാരത്തിൽ, നമ്മുടെ ഉറക്കത്തിൽ, നമ്മുടെ വ്യായാമത്തിൽ, നമ്മുടെ ചിന്തകളിൽ, ഇവിടെയൊക്കെ നമ്മൾ എന്തായിരിക്കണം? വളരെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. അപ്പം തീർച്ചയായും ഈ ദക്ഷിണായനത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു മാസമാണ് കർക്കടക മാസം എന്ന് പറയുന്നത്. ദക്ഷിണായനത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് വർഷ ഋതു എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് വളരെ വളരെ ശക്തമായ മഴ പെയ്യുന്ന സമയമായതുകൊണ്ടാണ് ഇതിനെ വർഷ ഋതു എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ വർഷ ഋതുവിൽ ഭയങ്കരമായിട്ട് തണുപ്പ് കൂടും. അപ്പൊ ഈ വർഷ ഋതുവിനെ അഭിമുഖീകരിക്കുന്ന ജനസമൂഹത്തെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുകയാണ്. വർഷ ഋതുവിനെ അഭിമുഖീകരിക്കുന്ന ജനത്തെയല്ല, എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളെയും നമ്മൾ ആത്മയുള്ള ചേതന വസ്തുക്കളെ മുഴുവൻ മൂന്നായിട്ട് തരംതിരിക്കുകയാണ്. ഒന്ന്, ആ ശരീരവും വളരെ തണുപ്പുള്ളതാണ്. വാതപ്രധാനമായ ശരീരം. രണ്ടാമത്തേത്, ശരീരം ഭയങ്കര ചൂടുള്ളവരാണ്, പിത്തപ്രധാനമായ. മൂന്നാമത്തെ കൂട്ടർ ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്നത്. അവർക്ക് വളരെയധികം തണുപ്പാണെങ്കിലും വളരെയധികം തണുപ്പുമില്ല, വളരെയധികം ചൂടുമില്ല. അപ്പൊ ഈ മൂന്നാമത്തെ കൂട്ടരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് മെയ് വന്നാലും പ്രശ്നമില്ല, ജൂൺ ജൂലൈ വന്നാലും വളരെയധികം പ്രശ്നമില്ല. എന്തുകൊണ്ടാണ്? ഒരു വലതേ കയ്യിൽ അല്ലെങ്കിൽ ഒരു ഭാഗം തണുപ്പിനെ സ്വീകരിക്കാനും ഒരു ഭാഗം ചൂടിനെ സ്വീകരിക്കുവാനും സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് അവരുടെ ശരീരത്തിനുള്ളത്. ഇങ്ങനെയുള്ള ശരീരപ്രകൃതി കിട്ടിയവർ ശരിക്കും ഭാഗ്യവാന്മാരാണ്. കാരണം കേരളത്തിലെ പോലുള്ള വളരെ തണുപ്പുള്ള കാലത്തിൽ അവർക്ക് തണുപ്പിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരുന്ന അതീവ ഉഷ്ണകാലത്തും ഇവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇവർ നടുക്കാണ് നിൽക്കുന്നത്. ശരീരം വളരെ തണുപ്പുമല്ല, വളരെ ചൂടുമല്ല. എന്നാൽ ഈ വർഷ ഋതുവിൽ ഏറ്റവും പ്രശ്നം അഭിമുഖീകരിക്കാൻ പോകുന്നത് ശരീരം തണുത്തവരാണ്. സ്വാഭാവികമായിട്ട് അവരുടെ ശരീരം ഭയങ്കര തണുപ്പാണ്. അപ്പൊ എന്താകും? അന്തരീക്ഷത്തിൽ
മഴ പെയ്ത് വായു മുഴുവൻ വെള്ളാംശമായി മാറും. വായുവിൽ എന്താകും? ജലത്തിന്റെ കണികകൾ ഭയങ്കര കൂടുതലാണ്. നമ്മൾ ശ്വസിക്കുമ്പോൾ വായുവിൽ കൂടുതലായി ജലകണികകൾ ഉണ്ടാവും. അത് നമ്മളുടെ ശരീരത്തിലേക്ക്, അവയവങ്ങളിലേക്ക്, ത്വക്കിലേക്കൊക്കെ, തൊലിയിലേക്കൊക്കെ നല്ല പോലെ തണുത്തുക. നിങ്ങൾ വയനാട്, ഇടുക്കി പോലുള്ള സ്ഥലങ്ങൾ, ഉൾപ്രദേശങ്ങളിൽ, നല്ല വനാന്തരങ്ങളിൽ നിൽക്കുന്ന താമസിക്കുന്നവരെ ശ്രദ്ധിച്ചറിയാം. അവിടെ ഒരു തണുപ്പുള്ള ഒരാൾ ജീവിക്കുമ്പം അവർക്ക് തണുപ്പിനെ അഭിമുഖീകരിക്കാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. ശരീരം വിറയ്ക്കുക, അവർക്ക് എപ്പോഴും പിന്നെ സ്വെറ്ററൊക്കെ, നല്ല കമ്പിളി വസ്ത്രങ്ങൾ വേണം, പുതച്ച് കിടക്കാൻ നല്ല കമ്പിളി വേണം, തണുപ്പൊട്ടും പറ്റത്തില്ല. അപ്പം ഈ തണുപ്പുള്ള ആൾക്കാരാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പം നിങ്ങൾ കുളിക്കാനും കുടിക്കാനും എന്തിന് പല്ല് തേച്ച് വാ കഴുകാനും ഒക്കെ നേരിയ ചൂടുവെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. പെരയ്ക്കകത്ത് ഒരു പ്രത്യേക ചെരുപ്പ് ഉപയോഗിക്കണം. തറകളിൽ നിന്ന് തണുപ്പ് കയറരുത്. നല്ല കമ്പിളി വസ്ത്രങ്ങൾ, സ്വെറ്ററുകളൊക്കെ ഇട്ട്, മങ്കിത്തൊപ്പിയൊക്കെ ഇട്ട്, ഒട്ടും തണുപ്പടിക്കാത്ത രീതിയിൽ അതിൻ്റെ മേളിൽ കമ്പിളി വസ്ത്രങ്ങൾ പുതച്ച് കിടക്കണം. കാരണം അന്തരീക്ഷത്തിൽ ഓൾറെഡി നിങ്ങളുടെ ശരീരം തണുപ്പായതുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് തണുപ്പ് വരുമ്പോൾ ശരീരത്തിലുള്ള തണുപ്പും അന്തരീക്ഷത്തിൽ വരുന്ന അതികഠിനമായ തണുപ്പൂടെ ചേർന്നിട്ട് നമ്മുടെ സന്ധികൾ, നമ്മുടെ രക്തം, നമ്മുടെ പേശികൾ, നമ്മുടെ ആശയങ്ങളൊക്കെ തണുക്കുകയും അവിടെ നൈസർഗികമായ ഹോർമോണുകളുടെയും ദ്രവങ്ങളുടെയും അതുപോലെ തന്നെയുള്ള സാധാരണയായി നടക്കേണ്ട പ്രവർത്തനങ്ങൾ നടക്കാതെ വരും. അല്ലേ? നിങ്ങൾ പാല് മേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കറികൾ ഉണ്ടാക്കിയിട്ടോ, എന്തുകൊണ്ടാണ് അത് തണുത്ത് കഴിയുമ്പോഴേ കേടാകാതിരിക്കാൻ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത്? ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സൂക്ഷ്മ അണുക്കളുടെ പ്രവർത്തനം നടക്കാതെ വരികയും അത് കേടാകാതിരിക്കുകയും ചെയ്യും. അതേപോലെ മനുഷ്യ ശരീരത്തിൽ അതീവമായ തണുപ്പ് കടന്നു വരുമ്പോൾ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും നമ്മളുടെ ദഹനേന്ദ്രിയങ്ങളിലേക്ക്, ആമാശയത്തിലേക്ക് ദഹനേന്ദ്രിയങ്ങൾ ദഹിക്കുവാനുള്ള ഹോർമോണുകളെ സ്രവിപ്പിക്കുന്നത് കുറയും. നമ്മുടെ രക്തത്തിൽ മറ്റു പ്രവർത്തനങ്ങളെ കുറച്ചുകൊണ്ട് ചൂട് പ്രദാനം ചെയ്യുവാനുള്ള ഹോർമോണുകളിലേക്ക് പ്രവർത്തനം മാറും. അപ്പം നമ്മൾ വർഷ ഋതുവിനെ സംബന്ധിച്ചിടത്തോളം ഈ തണുപ്പ് ശരീരത്തിൽ കൂടിയവർ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ചൂടുള്ളവർക്ക് ഒരു പ്രശ്നമില്ല. ശരീരം ഓൾറെഡി ചൂടാണ്. അവരേറ്റവും അധികം സന്തോഷിക്കുന്ന സമയം. കാരണം അവർക്ക് കമ്പിളി വേണ്ട. ചെറുതായിട്ട് ഒട്ടുമുക്കാലും ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുമ്പം ഭയങ്കര തമാശയാണ്. സാറേ, ഞാൻ ഇപ്പോഴും ഫാനിടും, പക്ഷെ അങ്ങേര് എന്നെ കൊണ്ട് ഫാനിടിക്കത്തില്ല. അവസാനം അങ്ങേരോട് ഞാൻ പറയും, നിങ്ങൾ പോയി വേറെ റൂമിൽ കിടന്നു, എനിക്ക് ഫാനില്ലാതെ പറ്റത്തില്ല. രണ്ടുപേരും വ്യത്യസ്തമോ. ഒരാളുടെ ശരീരം ഭയങ്കര ചൂടും ഒരാളുടെ ശരീരം ഭയങ്കര തണുപ്പുമാണെങ്കിൽ എപ്പോഴും പ്രശ്നം. ഈ അപാരമായ ചൂടുള്ളയാള് മാർച്ച് മെയ് മാസത്തിൽ നല്ല AC ഇടണം. പക്ഷേ ഈ തണുപ്പുള്ള ആളിന് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസം ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ്. കാരണം എന്താ? അന്തരീക്ഷത്തിലെ ചൂട് കൊണ്ട് ശരീരത്തിലെ തണുപ്പ് കുറയും. അവരേറ്റവും അധികം സന്തോഷിക്കുന്ന സമയം. ആ സമയത്താണ് ചൂട് ഇഷ്ടമുള്ള ആള് നല്ല പോലെ AC ഇടുക, നല്ല പോലെ ഫാനിട്ട് കിടക്കുക. അപ്പൊ ഈ വ്യത്യസ്തമായ ശാരീരിക പ്രകൃതി ഉള്ളവർക്ക് എപ്പോഴും ഈ ഉറക്കത്തിലും മറ്റു കാര്യങ്ങളിലും തണുപ്പ്, രാത്രിചര്യയിൽ വളരെ ഒരു ഭിന്നമായ കാഴ്ചപ്പാട് എപ്പോഴും ഉണ്ടാകാറുള്ളതാണ്. അത് ആ സമയത്ത് നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് രണ്ടുപേർക്കും പറ്റുന്ന രീതിയിലേക്ക് പോവുക. ഒട്ടുമുക്കാലും സമയത്ത് ഈ ആർക്കാണോ തണുപ്പ് ഒട്ടും ഇഷ്ടപ്പെടാത്തത് അവരെ AC ഇടുന്നതിൻ്റെ അങ്ങേയറ്റത്ത്, അതായത് കട്ടിലിൻ്റെ അങ്ങേ ഭാഗത്ത് കിടത്തി ഭിത്തിയോട് ചേർന്ന് കിടക്കുകയും കമ്പിളി മൂടി കിടക്കുകയും അതിനുശേഷം AC ഇടുകയും ചെയ്യണം. അല്ലെങ്കിൽ നല്ല ചൂട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല തണുപ്പ് വരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അല്ലെങ്കിൽ കുട്ടികളുടെയോ അതനുസരിച്ച് അതിൽ തണുപ്പുള്ളവർ ഇഷ്ടമില്ലാത്തവർ അവിടുന്ന് വേറൊരു റൂമിലേക്ക് മാറുകയും ചെയ്യും. ഏതായാലും തണുപ്പ് വളരെ ഉള്ളവർ വീണ്ടും
ഒരു കാരണവത്താലും വർഷകാലത്ത് AC ഒന്നും ഇട്ട് കിടക്കരുത്. അത് സന്ധികളിൽ പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് അതുപോലുള്ള ഈ പിന്നെ തൃശ്ശൂർ പോലെ വയലിന്റെ തീരങ്ങളിൽ, നദിയുടെ തീരങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര തണുപ്പായിരിക്കും. ആ തണുപ്പ് സമയത്ത് വീണ്ടും ഫാനൊന്നും ഇട്ട് കിടക്കല്ല്. അത് സന്ധികളിൽ ആർത്രൈറ്റിസ്, നമ്മുടെ മസിലുകൾക്ക് കോച്ചി പിടിക്കുക, അതുപോലെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്ന ശരീരത്തിന് അത് സ്വയന് നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് എന്താണ്, വർഷ ഋതുവിനെ കാണുമ്പോൾ തന്നെ അറിയാം, മേഘം ഏറ്റവും അധികം ആവൃതമായി നിൽക്കുന്ന, അല്ലേ, ഒരു സമുദ്രം പോലെ ആകാശം നീലിമയാകുമെന്നാണ്. എന്നിട്ടോ ശക്തമായ മിന്നലുകളും അതുപോലെ തന്നെ ഇടിമുഴക്കം കൊണ്ടൊക്കെ ധാരാളം വെള്ളം ഭൂമിയിലേക്ക് വരികയും, ധാരാളം വെള്ളം ഈ ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ വെള്ളങ്ങളും തമ്മിൽ ഒന്നിക്കും. നദിയിലെ ജലവും കുളത്തിലെ ജലവും കിണറിലെ ജലവും നമ്മൾ എന്തെങ്കിലും പ്രത്യേക കുഴികളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുത്തിട്ട്, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ നമ്മുടെ കെട്ടിക്കിടക്കുന്ന എല്ലാ ജലാശയങ്ങളുടെയും വെള്ളം ഒന്നിക്കും. അപ്പൊ നദിയിലെയും കുളത്തിലെയും കിണറിലെയും കെട്ടിക്കിടക്കുന്ന മറ്റ് സ്ഥലങ്ങളിലെയും ജലം ഒന്നിച്ചു കഴിയുമ്പോൾ എന്തു സംഭവിക്കും? രോഗാണുക്കളുടെ ഒരു പകർച്ച വളരെ പെട്ടെന്നുണ്ടാവും എല്ലാ സ്ഥലത്തു നിന്നും. ഇപ്പൊ പെരിയാറിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇടുക്കിയുടെ ഒരു ഭാഗത്തു നിന്ന് അത് ഉത്ഭവിച്ച് ഇങ്ങനെ ഒഴുകി മൂവാറ്റുപുഴ വന്ന് ആലുവ വന്ന് ഇതങ്ങ് വരുന്ന സമയത്ത് ഇതിന്റെ കരയിലുള്ള എല്ലാ മാലിന്യങ്ങളെയും എടുത്തുകൊണ്ടാണ് അടിച്ച് ഒഴുകിയാണ് ഈ വർഷ ഋതുവിൽ നദി വരുന്നത്. ആ മാലിന്യങ്ങളെയെല്ലാം നമ്മളുടെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലേക്കും നമ്മളുടെ കിണറിലേക്കും ഒക്കെ കൊണ്ടുവരികയും നമ്മുടെ വാസസ്ഥലത്തുള്ള ജലവുമായി ദുഷിച്ച ജലവുമായി ഒന്നിക്കുമ്പോൾ ജലം ഏറ്റവും അധികം ദുഷിക്കുന്ന ഋതുവാണ് വർഷ ഋതു, ബാക്ടീരിയയും വൈറസ് കൊണ്ടുമൊക്കെ. അതുകൊണ്ട് ഒരു കാരണവശാലും തിളപ്പിച്ചാറിയ വെള്ളമല്ലാത്തത് ഈ വർഷ ഋതുവിൽ കുടിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ വളരെയധികം ആൾക്കാർ തിങ്ങിപ്പാക്കുന്ന സമയത്ത് വേസ്റ്റിന്റെ ടാങ്കോ അല്ലെങ്കിൽ സെപ്റ്റി ടാങ്കോ എന്തു വേണമെങ്കിലും അതിലേക്ക്, അല്ലെങ്കിൽ മലിനജലം ഒഴുക്കുന്ന കുഴലുകളൊക്കെ ഈ വെള്ളത്തിലേക്ക് വരികയും ജലം പെട്ടെന്ന് മലിനമാകുകയും അതിൽ ബാക്ടീരിയ വൈറസുകൾ വളരാൻ വളരെ സാധ്യതയുള്ളത് കൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം? തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. അതിൽ തണുത്ത ശരീരത്തിന് ഉടമയായ സ്ത്രീ ആയാലും പുരുഷനായാലും ആ വെള്ളം ചെറു ചൂടോടുകൂടി തന്നെ കുടിക്കുക. ചൂടുള്ള ശരീരപ്രകൃതിക്കാരൻ മാത്രം അത് തണുക്കാൻ വെയിറ്റ് ചെയ്താൽ മതി. ഇനി തണുത്ത ശരീരക്കാരന് വേണമെങ്കിൽ ഇഞ്ചി, അതുപോലെ തന്നെ എല്ലാ സ്പൈസസും, ഏലക്ക, നമുക്ക് ശരീരത്തിന് ചൂട് നൽകുന്ന എല്ലാ സുഗന്ധ വ്യഞ്ജനങ്ങളും ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. ഏറ്റവും നല്ലത് ഇഞ്ചിയാണ്. അത് കഴിഞ്ഞാൽ കറുവപ്പട്ട കൊള്ളാം. അത് ശരീരത്തിന് ചൂട് പ്രദാനം ചെയ്യുന്ന, നമ്മുടെ ദഹന രസങ്ങളെ സ്രവിപ്പിക്കുന്ന എല്ലാം ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ചെറിയ ചൂടിൽ കുടിക്കുമ്പോഴത്തേനും അതെപ്പോഴും ശരീരത്തിൽ രക്തത്തിന്റെ pH ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ചൂട് പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ലക്ഷ്യം എന്താണ്? അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന തണുപ്പിനെ ചെറുത്തുകൊണ്ട് ആഹാരത്തിലൂടെ, വികാരത്തിലൂടെ നമ്മളുടെ ശരീരത്തിലെ ചൂടിനെ നിലനിർത്തുക. അല്ലെങ്കിൽ എന്താവും? ശരീരത്തിലെ തണുപ്പും അന്തരീക്ഷത്തിലെ തണുപ്പും ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ തണുപ്പിൽ വളരുന്ന രോഗകാരകമായ അണുക്കൾ ശരീരത്തിൽ വളരെ പെട്ടെന്ന് വളരുകയും അത് സന്ധികളിലും തൊലിപ്പുറത്തും അതുപോലെ തന്നെ നമ്മളുടെ ആന്തരികമായ ആശയങ്ങളിലൊക്കെ രോഗത്തെ കൊണ്ടുവരികയും അത് നമുക്ക് പ്രശ്നത്തെ കൊണ്ടുവരികയും ചെയ്യും. ഇനിയോ ആഹാരത്തിലേക്ക് വരുമ്പം വളരെ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുക. ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുക. അത് ചൂടോടുകൂടി കഴിക്കണം. അതിനകത്തേക്ക് കടുക്, വെളുത്തുള്ളി, ചൂടിനെ പ്രദാനം ചെയ്യുന്ന, വെളുത്തുള്ളിയൊക്കെ ചൂട് പ്രദാനം ചെയ്യുന്ന നല്ല സാധനങ്ങളാണ്. പക്ഷെ ഉപയോഗിക്കുമ്പം അല്പം എണ്ണയിൽ വഴറ്റുകയോ അല്ലെങ്കിൽ അതിനെ ഒന്ന്
വെളുത്തുള്ളിക്കകത്തുള്ള അല്പം ചൂട് കൂടിയ ഒരു രാസപദാർത്ഥത്തെ ഒന്ന് വറ്റിക്കാൻ വേണ്ടി ചൂടാക്കി ഉപയോഗിക്കണം എന്ന് മാത്രം. അപ്പം ഭക്ഷണ പദാർത്ഥങ്ങളിൽ ധാരാളം ചൂട് പ്രദാനം ചെയ്യുന്ന സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ തന്നെ വെളുത്തുള്ളി പോലെ ചൂട് പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ ഉപയോഗിക്കാം. ചുക്ക്, കുരുമുളക്, തിപ്പിലി, കറുവപ്പട്ട, അങ്ങനെ ഏലക്ക, അങ്ങനെ ശരീരത്തിന് ചൂട് പ്രദാനം ചെയ്യുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളെയും, രസം, മുതിര മുതിര ഈ തണുപ്പ് കാലത്ത് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്. അത് ശരീരത്തിന് ചൂട് പ്രദാനം ചെയ്യും, കൊളസ്ട്രോളിനെ കുറയ്ക്കും, ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ അതിൻ്റെ ഉഷ്ണത കൊണ്ട് പുറത്തേക്ക് കളയും. പക്ഷെ വളരെ അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ, എപ്പോഴും വയറിലൊരു അൾസറിൻ്റെ സ്വഭാവമുള്ളവരാണെങ്കിൽ അത് സൂക്ഷിച്ചേ കഴിക്കാവുള്ളൂ. കാരണം കുളത്തം അമ്ലപിത്ത ജനനാനാം ശ്രേഷ്ഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ഉൾപ്പുഴക്കുണ്ടാക്കുവാൻ, അസിഡിറ്റി ഉണ്ടാക്കാൻ ഈ മുതിരയ്ക്ക് വളരെ കഴിവ് കൂടുതലാണ്. അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കുക. ഇനി കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ദഹനം അനുസരിച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. പാലുൽപ്പന്നങ്ങളെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കുന്ന സമയമാണ് ഈ വർഷഋതു. നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം രാവിലെയും വൈകിട്ടും ഓരോ ചായ കുടിക്കുക. തൈര്, വെണ്ണ, മറ്റുള്ള സാധനങ്ങൾ, കാച്ചിയ മോരൊഴികെ ബാക്കിയെല്ലാം ഈ വർഷഋതുവിൽ ഒഴിവാക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് തൈര്. കാരണം അത് വളരെ തണുപ്പാണ്, ദഹിക്കാൻ വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എങ്കിൽ കൂടെയും ചില കാര്യങ്ങളിൽ നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമുണ്ട്. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? നമ്മളുടെ ശരീരപ്രകൃതി എവിടെയാണ്? തണുത്തതാണോ ചൂടാണോ? ആ ചൂടും തണുപ്പും അനുസരിച്ച് നമ്മൾ ആദാനകാലത്തെയും വിസർഗകാലത്തെയും ദക്ഷിണായനത്തെയും ഉത്തരായനത്തെയും നേരിടുവാനുള്ള ഒരു നല്ല അറിവ് നമ്മളിൽ ഉണ്ടാകണം. അറിവില്ലായ്മയാണ് ഋതുക്കൾ കൊണ്ടുള്ള രോഗങ്ങളെ നമ്മൾ വിളിച്ചു വരുത്തുന്നത്. അതായത് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മളുടെ ദിനചര്യയിലും നമ്മുടെ ഋതുചര്യയിലും നമ്മുടെ ആഹാരചര്യയിലുമൊക്കെ മാറ്റം വരുത്താത്തത് കൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ വളരെ പെട്ടെന്ന് വരുന്നത്, അല്ലേ? അപ്പോൾ വളരെ തണുപ്പാണ്, മഴയാണ്, നടക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെന്ന് വിചാരിച്ചാൽ തീർച്ചയായും ആരും വ്യായാമം പാടെ കുറയ്ക്കരുത്. അല്പസമയം നോക്കി, നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് മുകളിൽ ടെറസ് ഉണ്ട് എങ്കിൽ അത് ഷീറ്റൊക്കെ ഇട്ട് മറച്ചതാണെങ്കിൽ അവിടെയാണെങ്കിൽ പോലും ഒരു അരമണിക്കൂർ കൈവീശി നടക്കുകയോ, ഒന്നും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ചെറിയ യോഗാസനങ്ങളോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ജോയിൻറ്റുകളെ എല്ലാം നല്ലപോലെ അനക്കുകയോ ചെയ്യണം. അതൊരു അരമണിക്കൂർ തൊട്ട് 3/4 മണിക്കൂർ വരെ ആവാം. കഠിനമായ വ്യായാമം ആവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് അധികം ബലം ലഭിക്കാത്തത് കൊണ്ട് നമുക്ക് നല്ല കഠിനമായ വ്യായാമം ആവശ്യമില്ല. അത് പാടെ വ്യായാമം ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. അത് ശരീരത്തിൽ നമ്മളുടെ വ്യായാമം കൊണ്ട് പ്രദാനം ചെയ്യുന്ന ഊർജ വ്യവസ്ഥയെ ഇല്ലാതാക്കുകയും അത് നമുക്ക് പ്രശ്നത്തെ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ വ്യായാമം വളരെ ആവശ്യമാണ്. നിങ്ങളുടെ ശരീരം തണുത്തതാണ് എങ്കിൽ ബാഹ്യക്രിയകൾക്കെല്ലാം ഉഷ്ണജലം തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ശരീരം ഭയങ്കര തണുപ്പാണ്, തണുത്ത ജലം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴിക്കുമ്പം ശരീരം ഭയങ്കരമായി അതിനെ വേണ്ട വേണ്ട എന്ന് പറയുന്നു. എങ്കിലും നിങ്ങൾ തണുത്ത ജലത്തിൽ കുളിക്കുന്നതാണ്, അല്ലെങ്കിൽ തണുത്ത ജലം തലയിൽ ഒഴിക്കുന്നതാണ് നല്ലതെന്ന് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഒരിക്കലുമില്ല. ഉഷ്ണജലവും ശീതജലവും എല്ലാം നല്ലത് തന്നെയാണ്. ആർക്ക്? അതിൻ്റെ ഓപ്പോസിറ്റ് പ്രകൃതിയുള്ളവർക്ക്. ഉഷ്ണ ശരീര പ്രകൃതിക്കാർക്ക് ശീതജലം വളരെ നല്ലതാണ്. അതും ഋതുവനുസരിച്ച് മാറും, അല്ലേ? ഏത് ശരീരം തണുത്തയാളിനും മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തിൽ തണുത്ത വെള്ളം ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? അന്തരീക്ഷം വളരെ ചൂടാകുന്നുണ്ട്. അപ്പൊ തീർച്ചയായും നിയമങ്ങളെല്ലാം ശാസ്ത്രങ്ങളെല്ലാം നമ്മളുടെ ശരീരപ്രകൃതി അനുസരിച്ച്, നമ്മളുടെ മനസ്സിൻ്റെ ധൈര്യമനുസരിച്ച്, നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി അനുസരിച്ച് വേണം മാറുക. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? നല്ല ചൂടുണ്ടാകുന്ന
ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ ഞാൻ പറഞ്ഞ പോലെ കഴിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അന്തരീക്ഷത്തിൽ എപ്പോഴും ഈ ജലമയം ഉണ്ടാകുമെന്ന്, അതുകൊണ്ട് ദശാംഗമോ അല്ലെങ്കിൽ ഈ പുകയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നല്ല ചിരട്ട കത്തിച്ച് അതിൻ്റെ കനലിലേക്ക് ദശാംഗമോ അല്ലെങ്കിൽ അതിനായിട്ട് പുകയ്ക്കുവാനുള്ള പൊടികളൊക്കെ അങ്ങാടിക്കടയിലൊക്കെ കിട്ടും. അത് പുകച്ചാൽ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഈർപ്പത്തെ, അതായത് ഈ ഈർപ്പമയത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗാണുക്കൾ വളരുന്നത്. നമുക്ക് കൊറോണയുടെ കാര്യം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ അത് പഠിച്ചിരുന്നു. നമ്മളുടെ കഫത്തിൽ കാണുന്ന ആ ഒരു പ്രത്യേക സ്ലൈമി ആയിട്ടുള്ള ഒരു വഴുവഴുപ്പുള്ള അവസ്ഥയിലാണ് ആ രോഗാണുക്കൾ നിൽക്കുന്നത്. അതേപോലെ ഈ തണുപ്പിൽ നിൽക്കുന്ന വഴുവഴുപ്പുള്ള ഒരു അവസ്ഥയിലാണ് രോഗാണുക്കൾ കൂടുതൽ. അതെന്നാ കാണിക്കുക, അതിനകത്ത് ഈ പെട്ടെന്ന് നല്ല പുക, നല്ല ഔഷധ സംസ്കൃതമായ പുക ചെല്ലുമ്പോഴത്തേനും അതിനകത്തെ അണുക്കളെല്ലാം നശിച്ചു പോവുകയും വളരെ പെട്ടെന്ന് നമ്മളുടെ അന്തരീക്ഷവും നമ്മളുടെ മുറികളും ഒക്കെ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ നല്ല ശ്രദ്ധിച്ചു വേണം ഈ കാര്യം ചെയ്യാൻ. മൂന്നാമത് നമ്മൾ വരുന്നത് ഉറക്കത്തിലേക്കാണ്. ഉറക്കത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ശീത ശരീരപ്രകൃതി ഉള്ളവര് ഒരു കാരണവശാലും തണുപ്പേക്കാത്ത രീതിയിൽ കിടക്കണം. വളരെ അല്പം നേരത്തെ നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതാണ്. കാരണം തണുപ്പ് അധികം ഏക്കാതെ കണ്ട് നല്ല കമ്പിളി വസ്ത്രങ്ങളൊക്കെ കിടക്കുന്നതിന് എത്രയും മുമ്പ് നിങ്ങൾ ആഹാരം കഴിക്കാമോ, ഒരു പകുതി ദഹനമെങ്കിലും കഴിഞ്ഞിട്ട് ആണ് ആഹാരം കഴിച്ചിട്ട് കിടക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു 8-8:30 ആകുമ്പോഴത്തേനും തന്നെ, അതിനു മുമ്പ് ഇപ്പം ചിലവരുണ്ട് ഒരു 6-6:30 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും തന്നെ ഭക്ഷണം കഴിക്കും, പിന്നെ അവരൊന്നും കഴിക്കാറില്ല. വളരെ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് അധികം കായികമായ അധ്വാനമില്ലാത്തവരാണ്, എന്നെ പോലൊക്കെ രോഗികളെ മാത്രം നോക്കുന്നു, അല്ലെ ഹോസ്പിറ്റലിൽ പോയി ചെറുതായിട്ടൊന്ന് നടന്ന് രോഗികളെ നോക്കുന്നു, മറ്റു കഠിന അധ്വാനങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ളവർ വേണമെങ്കിൽ 2 നേരം കഴിച്ചാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും കഴിക്കുക, പിന്നെ ഒരു 4 മണി 5 മണി ആകുമ്പോഴത്തേനും വൈകിട്ടത്തെ ഭക്ഷണം കഴിക്കുക. 2 നേരം മതി. കാരണം ശരീരം അനങ്ങി. പക്ഷെ ഒരു പാറമട പണിയെടുക്കുന്ന, ഒരു കാപ്പിത്തോട്ടത്തിൽ പണിയെടുക്കുന്ന, ഏലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ഒരാൾ ഒരിക്കലും ഇതിൽ നിൽക്കരുത്. കാരണം എന്താണ്, അവരുടെ ശരീരത്തിൽ നിന്ന് പണി കാരണം ധാരാളം ഊർജം വിഘടിച്ചു പോവുകയും ശരീരത്തിലേക്ക് അന്നജവും കൊഴുപ്പും പോഷകാംശങ്ങളും ഒക്കെ ധാരാളം വേണം. അപ്പൊ ആഹാരത്തിന്റെ വ്യവസ്ഥയും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ശരീരപ്രകൃതിയും അവരുടെ ജോലിയുമായി വളരെ പ്രാധാന്യമുണ്ട്. വളരെ മെല്ലിച്ച ഒരാളാണ് അല്ലെ, ഇന്നസെന്റിനെ പോലെ ഒരാളാണ്. ഇന്നസെന്റ് അല്ല, നമ്മുടെ വളരെ മെലിഞ്ഞ കഥാപാത്രം ഇന്ദ്രൻസ് കാപ്പിത്തോട്ടത്തിൽ പണിയെടുക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഇതൊന്നും മതിയാകുകയില്ല. വർഷ ഋതുവില് ഇത് ഗുരുവിന്റെ നാമധേയത്തിലുള്ള ക്ലാസ് ആണെങ്കിൽ കൂടും നമ്മൾ ഓരോ ശാസ്ത്രം പറയുമ്പോൾ ആ ശാസ്ത്രത്തിന്റെ രീതിയിൽ തന്നെ പറയണമല്ലോ. അപ്പൊ ആയുർവേദം പറയുന്നത് നല്ല മാഹിഷത്തിന്റെ, അതായത് പോത്തിന്റെ ഇറച്ചി, പോത്തിന്റെ നെയ്യ്, പിന്നെ കാട ഇറച്ചി, അതായത് ഉഷ്ണം പ്രദാനം ചെയ്യുന്ന ധാരാളം മാംസരസങ്ങൾ കഴിക്കേണ്ട സമയമാണ്. അതായത് സൂപ്പായിട്ട് തന്നെ കഴിക്കാനാണ് പറയുന്നത്. പക്ഷെ ഗുരുവിന്റെ ദർശനത്തിൽ ഗുരു എടുത്തു പറയുന്നുണ്ട് അതെല്ലാം ശവക്കറികളാണെന്ന്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അത് വളരെയധികം ശരീരത്തിൽ നിന്ന് ഊർജം വിഘടിച്ചു പോകുന്ന ആളാണ്. അതേസമയം മോഹൻലാല് കാപ്പിത്തോട്ടത്തിൽ പണിയെടുക്കാൻ പോവോ അല്ലെങ്കിൽ റോഡ് പണി ചെയ്യാൻ പോയാലോ വലിയ പ്രശ്നമില്ല. കാരണം അത്യാവശ്യം ശരീരത്തിൽ പോഷകാംശങ്ങളെല്ലാം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ആഹാരത്തിന്റെയും കാലത്തിന്റെയും എല്ലാം ചര്യ ഇന്ദ്രൻസിനെയും മോഹൻലാലിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ട്, അതായത് ശരീരത്തിൽ നൈസർഗികമായി നല്ല ഊർജ വ്യവസ്ഥകൾ ഉള്ളവര് ആഹാരത്തെ കുറച്ച് കുറവ് കൊണ്ടുവന്നാലോ, മാംസാഹാരങ്ങളും മത്സ്യാഹാരങ്ങളും ഒക്കെ കുറച്ചുകൊണ്ട് വലിയ പ്രശ്നമില്ല. താരതമ്യേന ജനനം കൊണ്ട് തന്നെ, ശരീരപ്രകൃതി കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചയാളും ബലമില്ലാത്തവരും, ബലത്തിന്റെ കാര്യം നമുക്ക് ഒരിക്കലും ഇത് വെച്ച് പറയാൻ പറ്റത്തില്ല കേട്ടോ. തീർച്ചയായും
ഈ വണ്ണം കുറഞ്ഞവർക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ ബലവും ഉണ്ടാവും. പക്ഷേ കർമ്മ നൈപുണ്യ ശേഷി, ഒരു കൂടുതൽ സമയം കായിക അധ്വാനം ചെയ്യുവാനായിട്ട് അവർക്ക് ഒരു സാത്മ്യാവസ്ഥ അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ ശരീരത്തിന്റെ ബലം എന്താണ്, നിങ്ങൾ ഏത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യുന്നത്, ആ ജോലിക്കനുസരിച്ച് നിങ്ങളുടെ വർഷ ഋതുവിലെ ആഹാര വ്യവസ്ഥ നിങ്ങൾ മാറ്റണം. നിങ്ങൾ അധികം, അതുകൊണ്ടാണ് ഞാൻ എന്നെ ഉദാഹരണമാക്കി പറഞ്ഞത്. ഞങ്ങളെപ്പോലെ ഓഫീസിലിരുന്ന് ഒരു കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന പിയൂണ്, അങ്ങനെയുള്ള ജോലിക്കാരും അധിക ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല. കാരണം രാവിലെയും വൈകിട്ടും ചിലവരുണ്ട്, രാവിലെ ഒരു 1.5 മണിക്കൂർ ഷട്ടിൽ കളിക്കും, പിന്നെ വൈകിട്ടൊന്ന് നടക്കുന്നവരുമുണ്ട്. അങ്ങനെ നല്ല വ്യായാമം ചെയ്ത്, അങ്ങനെ വേണം, ശരീരത്തിന് നല്ല വ്യായാമം ആവശ്യമാണ്. ആ വ്യായാമം ചെയ്യുന്നവർ വേണമെങ്കിൽ ആഹാരത്തിൽ ഇച്ചിരി കൂട്ടാം. അല്ലാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഊർജം വിഘടിച്ചു പോകുന്നില്ല എങ്കിൽ, നമ്മൾ നല്ലപോലെ ദഹിപ്പിച്ച് കഴിയുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും അമിതമായ ആഹാരം കഴിക്കരുത്. അമിതമായ ആഹാരം അജീർണത്തിലേക്ക് കൊണ്ടുപോകും. അജീർണം വന്നു കഴിഞ്ഞാൽ ദഹനരസത്തിന് അടിസ്ഥാനമാക്കിക്കൊണ്ടല്ല ആഹാരം കഴിക്കുന്നതെങ്കിൽ അത് വിഷാംശമായി മാറുകയും ശരീരത്തിൽ വളരെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ആഹാരത്തെ വളരെ ശ്രദ്ധയോടുകൂടി, ഈ തണുപ്പുള്ള ആള് ചൂടുള്ള ആഹാരം തന്നെ കഴിക്കണം. ബലം കുറഞ്ഞതാണ്, മെലിഞ്ഞയാളാണെങ്കിൽ അതനുസരിച്ച് മത്സ്യമാംസാദികൾ ഉപയോഗിക്കണം, പാലൊക്കെ ഉപയോഗിക്കണം. ചൂടുള്ള ആളാണ്, ശരീരത്തിന് നല്ല സ്ഥൂലതയുള്ളവരാണ് എങ്കിൽ അതനുസരിച്ച് ആഹാരത്തെ ചിട്ടപ്പെടുത്തണം. നമ്മൾ ഉറക്കം കണ്ടു, ആഹാരം കണ്ടു. അടുത്തത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം കൊണ്ടുവന്നാണ് ഈ കർക്കിടക മാസത്തിൽ സാധാരണയായി ഈ നിരന്തരമായി ഒരു പ്രത്യേക ജോലിക്ക് പോകാത്തവർ വീട്ടിൽ വളരെ ഫ്രീ ആയിട്ടിരിക്കും. ഈ മഴ കാരണം വെളിയിലേക്ക് അധികം പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് പറയുന്നത് കാലൻ കണക്ക് തികയ്ക്കുന്ന മാസമാണ് കർക്കിടക മാസം. വളരെയധികം അന്നത്തെ കാലത്ത് അത്രയും വലിയ പേമാരിയും കാറ്റും ഒക്കെ കൊണ്ട് ഏറ്റവും അധികം മരണം സംഭവിക്കുന്ന ഒരു സമയവും കൂടിയാണ്. മാത്രമല്ല, പ്രമേഹമോ കൊളസ്ട്രോളോ ഹൃദയ സംബന്ധമായ രോഗങ്ങളോ വൃക്ക സംബന്ധമായ രോഗമുള്ളവർക്കൊക്കെ ഈ വളരെ വലിയ മഴക്കാലമായതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി കുറയുകയും പെട്ടെന്ന് കഫം കയറി പിടിക്കുകയും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വീണ്ടും താഴ്ന്നു പോകുമ്പോൾ ഹൃദയ സംബന്ധമായിട്ടും അല്ലെങ്കിൽ വളരെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് പറയും, പ്രമേഹം, തൈറോയ്ഡ്, അങ്ങനെയുള്ള രോഗങ്ങളുടെയൊക്കെ ഒരല്പം ഉയർച്ച സംഭവിക്കുകയും അതുകൊണ്ട് പെട്ടെന്ന് ഒരുപക്ഷെ അവരുടെ ആയുസ് തീരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പം മറ്റു ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉള്ളവർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ഒരു കാരണവശാലും ഷുഗർ കൂട്ടരുത്. നിങ്ങൾക്ക് മധുരമുള്ള പദാർത്ഥങ്ങളെ കാണുമ്പോഴേ നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിനെ, നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാനുള്ള ഒരു അപാരമായ ശക്തി നിങ്ങൾക്കുണ്ടാവും. ക്ലിനിക്കിൽ വരുമ്പോൾ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും മക്കൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ വെളിയിൽ പോകുമ്പോഴേ സാറേ പഞ്ചസാര എടുത്ത് കാപ്പി ഉണ്ടാക്കി കുടിക്കും, അല്ലെങ്കിൽ മറ്റ് ജിലേബിയോ മറ്റെന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ കഴിക്കും. ഒരു സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ ഒരു ജിലേബി ചെല്ലുമ്പോഴത്തേനും നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അതൊരു 100-ൽ നിൽക്കുന്നതാണെങ്കിൽ അത് നേരെ 155, 170, 180 പോകും. ഭക്ഷണത്തിന് ശേഷം അത് 250 മുകളിലേക്ക് പോകും. 100-ന് താഴെ നിൽക്കേണ്ട മധുരാവസ്ഥയിൽ പ്രവർത്തിക്കേണ്ട നിങ്ങളുടെ തലച്ചോറ്, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ കിഡ്നി, നിങ്ങളുടെ ഹൃദയമെല്ലാം എന്താവും? 200 വെച്ച് പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ എന്താവും? അവരെല്ലാം പറയും ഈ മധുരം കൂടിയ രക്തം ഇങ്ങോട്ട് വിടണ്ട. അവർ രക്തം എടുക്കത്തില്ല, കാരണം എടുത്തു കഴിഞ്ഞാൽ അവർ മന്ദീഭവിച്ചു പോകും, അല്ലെ? നമ്മളൊരു ഉദാഹരണം മുമ്പ് കണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ വ്യായാമം കുറയുന്നു, നെയ്യ് അല്ലെങ്കിൽ എണ്ണ വകകളൊക്കെ വീണ്ടും കൂടുന്നു. കൊളസ്ട്രോൾ ഓൾറെഡി നിങ്ങളുടെ ശരീരത്തിൽ കൂടുതലാണ്. അപ്പം മധുരവും പഞ്ചസാര കൂടി അതോടൊപ്പം കൊളസ്ട്രോളൂടെ കൂടി കഴിയുമ്പോഴത്തേക്കും രക്തത്തിൻ്റെ ഒഴുക്കിന് വ്യായാമവും കൂടി ഇല്ലാത്തത് കൊണ്ട് വളരെ പ്രയാസമേറും. രക്തസമ്മർദ്ദം വീണ്ടും കൂടും. നമ്മുടെ രക്തക്കുഴലുകൾക്കകത്ത് ഈ പഞ്ചസാരയും കൊഴുപ്പും കൂടെ മിശ്രിതമായ പദാർത്ഥങ്ങൾ പറ്റിപ്പിടിക്കും. അത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും മറ്റ് കാരണമാകുകയും ചെയ്യും. മാത്രമല്ല, വിഷവസ്തുക്കൾ, മാലിന്യ വസ്തുക്കൾ വളരെ പെട്ടെന്ന് രക്തത്തിൽ അരിഞ്ഞുകൂടാൻ സാധിക്കും. കാരണം അത് രക്തത്തിൻ്റെ ചംക്രമണം കുറയുന്നത് കൊണ്ട്
അന്തരീക്ഷം വളരെ തണുത്തിരിക്കുന്നത് കൊണ്ടും എന്താവും, അത് പെട്ടെന്ന് മറ്റു രോഗങ്ങളെ കൂടെ ഉണ്ടാക്കാൻ കാരണമാകും. അപ്പം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, പ്രത്യേകിച്ച് തൈറോയിഡ്, കൊളസ്ട്രോള്, പ്രമേഹം, ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഭക്ഷണക്രമത്തിൽ നല്ലപോലെ ശ്രദ്ധ വേണം. ഒരു കാരണവശാലും അത് രക്തത്തിൽ കൂട്ടാനുള്ള വ്യവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾ ആ രോഗിയായി കഴിയുമ്പോൾ ആ വസ്തുക്കൾ കൊണ്ട്, ആ ദ്രവ്യങ്ങൾ കൊണ്ട്, ആ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് രക്തത്തിലെ അതിൻ്റെ അളവ് കൂടുന്നത് ശരീരത്തിന്റെ പ്രവർത്തനത്തിന് മോശമായത് കൊണ്ടാണ് ആ രോഗത്തിനത് അബദ്ധ്യമാകുന്നത്. പ്രമേഹ രോഗി മധുരം കഴിക്കുകയോ ജിലേബി കഴിക്കുകയോ ലഡു കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ പെട്ടെന്ന് കൂടുകയും അത് മറ്റ് അവയവങ്ങൾക്ക് പ്രവർത്തിക്കാൻ തടസ്സമുണ്ടാക്കുന്നത് കൊണ്ടുമാണ് ആ രോഗങ്ങളിൽ അത് അബദ്ധ്യമായി വരുന്നത്. അപ്പോൾ വർഷകാലത്ത്, ഈ മഴക്കാലത്ത് അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങളല്ല, അതീവമായ തണുപ്പും അന്തരീക്ഷത്തിൽ ജലകണികകളുടെ അവസ്ഥ കൂടി നിൽക്കുന്നത് കൊണ്ടും ശരീരത്തിലെ മുമ്പ് നിന്നിരിക്കുന്ന രോഗപ്രതിരോധ ശേഷി കുറഞ്ഞുകൊണ്ട് നിൽക്കുന്ന രോഗങ്ങളും കാലം രോഗപ്രതിരോധ ശേഷിയെ പുറകോട്ട് വലിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അകാല മൃത്യു പോലെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് ആയുസ്സെത്താതെ തന്നെ മരിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് കാലത്തെ വളരെ ഈശ്വരനായി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ആഹാരവും ഉറക്കവും വ്യായാമവും ഒക്കെ പ്രാധാന്യം അർഹിക്കുന്നത്. ഇനി വെറുതെ ഇരിക്കുന്ന ഒരു സമയത്ത്, മറ്റു ജോലികളൊന്നുമില്ല, അപ്പം എന്തു ചെയ്യും? അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് മുറ്റമൊക്കെ ഒന്ന് അടിച്ച്, ചിലപ്പം മുറ്റത്ത് വെള്ളമാണെങ്കിൽ അത് അടിക്കണ്ട. അപ്പൊ വളരെ പെട്ടെന്ന് മനസ്സ്, ഇങ്ങനെ മഴ നിന്ന് കഴിഞ്ഞാൽ, അല്ലെ നിങ്ങൾ ടി വി വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു, ടി വിയിൽ വളരെ നെഗറ്റീവായ വാർത്തകളായിരിക്കും വരുന്നത്. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിനെ ആകുലപ്പെടുത്തുവാൻ, ഒരു ആൻസൈറ്റിയിലേക്ക്, എനിക്ക് എന്തു സംഭവിക്കും, എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും, എൻ്റെ ഗ്രാമത്തിന് എന്ത് സംഭവിക്കും, ഇങ്ങനെ വേണ്ടാത്ത ചിന്തകൾ കയറി വന്നുകൊണ്ടേയിരിക്കും. ഈ മാസം എങ്ങനെ ലോൺ അടയ്ക്കും, ഈ മാസം എങ്ങനെ പിന്നെ പലചരക്ക് കടയിലെ ബില്ല് കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ സാമ്പത്തിക വ്യവസ്ഥ, നമുക്ക് വരുമാനം ഉണ്ടാകുമ്പോഴും വരുമാനം ഇല്ലാത്തപ്പോഴും, അപ്പോൾ വരുമാനം നല്ലപോലെ ഉള്ള സമയത്ത് വരുമാനം ഇല്ലാത്തപ്പോൾ ജീവിക്കുന്നതിനായി നമ്മൾ മാറ്റിവെക്കുന്നു. അത്ര വളരെ നമ്മൾ കാര്യങ്ങളെ ആലോചിച്ച് ചിട്ടപ്പെടുത്തി വേണം ജീവിക്കാൻ. വെറുതെ ഇരിക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും, അചിന്ത്യാഞ്ച ചിന്തനം, ചിന്തിക്കാൻ പാടില്ലാത്തതിനെ കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കുകയും ചെയ്യും. എന്താണ് വെറുതെ ഇരിക്കുന്നു? അതുകൊണ്ടാണ് പറയുന്നത്, സമൂഹത്തിൽ നിന്ന് നമ്മളൊരു വീട്ടിലേക്ക് ഒറ്റപ്പെടാൻ പാടില്ല, വീട്ടിനകത്ത് നമ്മളൊരു മുറിയിലേക്ക് ഒറ്റപ്പെടാൻ പാടില്ല, മുറിയിൽ ഒരു കട്ടിലിലേക്ക് നമ്മൾ ഒറ്റപ്പെടുവാൻ പാടില്ല. വെറുതെ ഇരിക്കുമ്പോൾ, കാര്യകാരണ സഹിതമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് ഭയങ്കരമായി നെഗറ്റീവായി ചിന്തിക്കുകയും അത് നമുക്ക് വളരെയധികം മോശത്തെ ഉണ്ടാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ലോൺ അടയ്ക്കുന്നതിനെ കുറിച്ചോ, നിങ്ങളുടെ കടയിൽ പൈസ കൊടുക്കുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെ സഹായിക്കുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ വീടിന്റെ പ്രശ്നത്തെക്കുറിച്ചോ നിങ്ങൾ അനാവശ്യമായി ചിന്തിക്കേണ്ടതിനെ ചിന്തിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. ചിന്തിക്കാൻ പാടില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരീരത്തിലേക്ക് വേണ്ടാത്ത ഹോർമോണുകളെ, സ്ട്രെസ് ഹോർമോണുകളെ, നെഗറ്റീവ് ഹോർമോണുകളെ തലച്ചോറ് ധാരാളം സ്രവിപ്പിക്കുകയും അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ, ഞാൻ മുമ്പ് പറഞ്ഞ രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോള്, ഇതെല്ലാം വളരെ കൂടുകയും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുക. അതാണ് വയറും സ്ട്രെസ്സും തമ്മിൽ വളരെ ബന്ധമുണ്ട്. നല്ല കൃത്യമായി ആഹാരം കഴിച്ച് കൃത്യമായി വ്യായാമം കഴിച്ച് ദഹനം നല്ലപോലെ നടക്കുന്ന ഒരാൾക്ക് ഏത് സ്ട്രെസ് വന്നാലും മാനേജ് ചെയ്യാൻ പറ്റും, നല്ല വ്യായാമം ഉണ്ട്. ഏറ്റവും അധികം നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത് നിങ്ങളുടെ ചിന്തകളെയാണ്, അല്ലേ? നിങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും നോക്കിക്കേ. സൂര്യനും ക്ഷയവൃത്തികളുണ്ട്, ചന്ദ്രനും ക്ഷയവൃത്തികളുണ്ട്. കാലത്തിന്റെ ഏറ്റവും വലിയ ഊർജ സ്രോതസ്സുകൾക്ക് ക്ഷയവൃത്തി ഉണ്ടെങ്കിൽ പിന്നെ മനുഷ്യന് ആരോഗ്യത്തിന്റെ കാര്യത്തിലും സമ്പത്തിന്റെ കാര്യത്തിലും ഒക്കെ ക്ഷയവൃത്തികൾ ഉണ്ടാകില്ലേ? ഒരിക്കലും നമ്മളെ സങ്കടപ്പെടുത്തുന്ന, നമുക്ക് ദുരിതങ്ങൾ നൽകുന്ന ഒരു കാലവും ഒരു വ്യവസ്ഥയും അധികകാലം നീണ്ടു നിൽക്കില്ല.
എപ്പോഴും ധനമാർഗത്തെ നൽകുന്നതും എപ്പോഴും സുഖത്തെ മാത്രം പ്രദാനം ചെയ്യുന്നു, സന്തോഷത്തെയും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന കാലവും നീണ്ടു നിൽക്കില്ല. ഈ ആദാന വിസർഗകാലം പോലെ, വർഷ ഋതുവും ഗ്രീഷ്മ ഋതുവും പോലെ നമ്മളുടെ ജീവിതത്തിനും ഒരു സങ്കടത്തിൻ്റെയും വിഷാദത്തിൻ്റെയും സംതൃപ്തിയില്ലായ്മയുടെയും ഒരു കാലമുണ്ടാവും. അത് കഴിഞ്ഞാൽ ഉടനെ വീണ്ടും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമചിത്തതയുടെയും ഒരു കാലം വരും. ഇങ്ങനെ മാറി 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 വരുന്നത് തന്നെയാണ് കാലം. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയണം. ഒരു വ്യവസ്ഥയും ഈ പ്രപഞ്ചത്തിൽ അതുപോലെ തന്നെ കൊണ്ടുപോകില്ല. അതിനെ മനസ്സിലാക്കാത്തവരാണ് വളരെ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിക്കാനൊക്കെ പോകുന്നത്. നിങ്ങൾ സാമ്പത്തിക പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പോകുന്നത്. അത് ആ കുടുംബത്തിൽ കൂട്ടുകയാണ് നിങ്ങളുടെ മരണത്തോടു കൂടി സംഭവിക്കുന്നത്. അതേസമയം നിങ്ങൾ ധൈര്യത്തോടു കൂടി മറ്റു കുടുംബാംഗങ്ങളോടൊപ്പം നല്ലപോലെ ചർച്ച ചെയ്തുകൊണ്ട് കുടുംബത്തിലെ അനാവശ്യ ചെലവുകളെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം വരാത്ത രീതിയിൽ സാമ്പത്തിക സ്രോതസ്സുകളെ ഉണർത്തിക്കൊണ്ട് കുടുംബം ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വർണ്ണമനോഹരമായ പ്രകൃതിയിൽ കൂടുതൽ സമയം വീണ്ടും ജീവിക്കാൻ സാധിക്കും. അപ്പം ഞാൻ എന്താ പറഞ്ഞേ? അചിന്ത്യങ്ങളായ കാര്യങ്ങളെ ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ചിന്ത്യങ്ങളായ കാര്യങ്ങളെ നിങ്ങൾ ചിന്തിക്കുക തന്നെ വേണം. അപ്പം നല്ല സമയത്ത്, നല്ല വരുമാനമുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ള സമയത്ത്, വരുമാനം കുറഞ്ഞ സമയത്ത്, നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് വരുമാനം കുറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ളൊരു സാമ്പത്തിക വ്യവസ്ഥയും കൂടെ നിങ്ങൾ മുമ്പ് തന്നെ കരുതി വച്ചിരിക്കണം. ഇതിനാണ് കുടുംബ ഭദ്രതയിൽ അടുക്കളയുടെ ബജറ്റ് ഏറ്റവും വലുതാണ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ് അനുസരിച്ച്, നിങ്ങളുടെ വരുമാന മാർഗം അനുസരിച്ച് അല്ലാതെ കണ്ട് ഒരാഘോഷത്തിലും നിങ്ങൾ പങ്കെടുക്കരുത്. നിങ്ങൾക്കാണ് നിങ്ങളെ വ്യക്തമായി അറിയാവുന്നത്. നിങ്ങളുടെ മനസ്സ് തപിച്ചുകൊണ്ട്, നിങ്ങൾക്ക് സന്തോഷമില്ലാതാക്കിക്കൊണ്ട്, നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ സമാവസ്ഥ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, നല്ല വില കൂടിയ വസ്ത്രങ്ങൾ കൊണ്ട്, വില കൂടിയ പാർട്ടികളിൽ, വില കൂടിയ യാത്രകളിലൊന്നും പങ്കെടുക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. അവിടെയൊക്കെ നമുക്ക് മനസ്സിന് നിയന്ത്രണം കൊണ്ടുവരുവാൻ സാധിക്കും. വളരെ സാമ്പത്തിക വ്യവസ്ഥ ഒരു പരിധിവരെ ഇന്ന് ലോകത്തിന് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ പട്ടണത്തിലെ ഏറ്റവും പണമുള്ള ഒരു വ്യക്തി കല്യാണം നടത്തുന്ന പോലെ, ജന്മദിനം ആഘോഷിക്കുന്നത് പോലെ, വിവാഹം നടത്തുന്നത് പോലെ സാമ്പത്തികമായി താഴ്ന്നു നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ആള് ചെയ്യാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും അത് പ്രശ്നത്തിലേക്ക് വരും. എനിക്ക് ഒത്തിരി പേരെ അറിയാം അങ്ങനെ. അതുകൊണ്ട് സാമ്പത്തികമായി നമുക്ക് ആണ് നമ്മളെ അറിയാവുന്നത്. അതനുസരിച്ച് മാത്രമാണ് നമ്മൾ നമ്മുടെ ദൈനംദിന കർമ്മത്തെയും നമ്മുടെ ആഘോഷ വ്യവസ്ഥകളെയും ഒക്കെ പ്ലാൻ ചെയ്യേണ്ടത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കുടുംബം, നമ്മളുടെ വ്യക്തിബന്ധങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ, നമ്മുടെ കുടുംബ വ്യവസ്ഥയുടെ ആരോഗ്യം, ഇതൊക്കെയാണ് പ്രാധാന്യം. അല്ലാതെ ഇല്ലാത്ത പൈസയെ കടം വാങ്ങിച്ചുകൊണ്ട് ആഡംബരമായി എന്തെങ്കിലും ആഘോഷം നടത്തുന്നു. അതാണ് ഒരു കാരണവശാലും ധനം ദുർവിനിയോഗം ചെയ്യരുത് എന്ന് ഗുരു എടുത്തെടുത്തെടുത്ത് പറയുന്നതാണ്. വരവിൽ സമം, ആ വരവിനനുസരിച്ച് മാത്രം ധനത്തെ ചെലവ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം നമുക്കുണ്ടാകും. ആഡംബരങ്ങൾ ഒരിക്കലും പാടില്ല, അല്ലേ? ഒരു കാരണവശാലും നിങ്ങൾ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മറീന ബീച്ചിൽ പോകേണ്ട. ആ ബീച്ച് തന്നെയാണ് ഇവിടെ പറവൂര് വന്നാലുള്ളത്. മറീന ബീച്ചിലെ കടലിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒന്നുമില്ല. അതായത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വേണം നമ്മുടെ ആഘോഷങ്ങളും യാത്രകളും, നമ്മുടെ എന്തിന് ആചാരങ്ങളെ പോലും നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരു കാരണവശാലും ആചാരങ്ങളും യാത്രകളും ആഘോഷങ്ങളും നമ്മളുടെ സമ്പദ് വ്യവസ്ഥയെ തകരാറിലാക്കരുത്. അത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്
സ്ത്രീകളാണ്. കാരണം അടുക്കളയും ഒരു പരിധിവരെ മറ്റു കാര്യങ്ങളെയും ഒക്കെ ശ്രദ്ധിക്കേണ്ട. യാത്രയിലേക്ക് പോകുമ്പോഴും ദൈനംദിന ജീവിതത്തിൽ കുടുംബനാഥൻ മറ്റ് കാര്യങ്ങളിലൂടെ ധനം ദുർവിനിയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ, മദ്യത്തിനോ അല്ലെങ്കിൽ കൂട്ടുകാർ കൂടിയോ ആഡംബരങ്ങളിലേക്ക് പോകാതിരിക്കുക. അപ്പൊ എന്ത് കാണും? സമ്പദ് വ്യവസ്ഥയിൽ പ്രവരം, മധ്യമം, അപരമെന്ന് നിങ്ങളുടെ ഗ്രാമീണ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പട്ടണ വ്യവസ്ഥയിൽ നിങ്ങൾ കൊണ്ടുവരിക. സാമ്പത്തികമായി എല്ലാ ദിവസവും ഒരു 5000-ലധികം രൂപ, ഒരു ദിവസം 5000-ലധികം വരുമാനമുള്ളവർ, ഒരു ദിവസം 2000 രൂപ വരുമാനമുള്ളവർ, ഒരു ദിവസം ജീവിത പങ്കാളികൾക്ക് ഒരുമിച്ച് ചേർന്നാൽ വരുമാനം 1000 ഉള്ളവർ. ഈ 1000 ഒരു ദിവസം 2 പേര് കൂടി വരുന്ന ഒരാൾക്ക് 5000 രൂപ ഒരു ദിവസം വരുന്ന ആളിനെ പോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? തീർച്ചയായും സാമ്പത്തികമായ കെട്ടുറപ്പ് തകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അടുക്കളയുടെ കാര്യത്തിലും യാത്രയുടെ കാര്യത്തിലും ആചാരങ്ങളുടെ കാര്യത്തിലും അനുഷ്ഠാന കാര്യത്തിലുമൊക്കെ അതാണ് നമ്മളുടെ ശരീരപ്രകൃതിയെ ചൂടാണോ തണുപ്പാണോ എന്നറിഞ്ഞുകൊണ്ട് എങ്ങനെയാണോ നിങ്ങൾ ജലത്തെയും ആഹാര വ്യവസ്ഥയെയും വ്യായാമ വ്യവസ്ഥയെയും പാലിക്കുന്നത്, അതേപോലെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയിലും ചൂടും തണുപ്പും ഉണ്ട്. വളരെ ഉയർന്നു നിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ സമ്പദ് വ്യവസ്ഥ കുറഞ്ഞ ആൾക്കാർക്ക് ജീവിക്കാനും ഇവിടെ അവസ്ഥയുണ്ട്. പണം കൊടുത്ത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് നിങ്ങൾ പോകുന്ന അതേ വ്യവസ്ഥകൾ അതേ രീതിയിൽ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. നമ്മൾ ആ യാത്രയൊക്കെ തിരഞ്ഞെടുക്കുക. കാരണം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ വ്യവസ്ഥ, അവരുടെ ജീവിതം, നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ ധനസമ്പാദനത്തിൻ്റെ ഒരു 4/1 ഭാഗമെങ്കിലും ഒരു ചിട്ടിയായോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ വ്യവസ്ഥയിലോ ഒക്കെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ടും കല്യാണത്തിനായിട്ടും നമുക്ക് തന്നെ ചിലപ്പം നമ്മുടെ കുടുംബത്തിന്റെ പിടിയിൽ നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ. അപ്പൊ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ദാരിദ്ര്യ മഹാദുഃഖമണഞ്ഞിടുന്നിൽ. ദാരിദ്ര്യമാണ് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹാദുഃഖം. നിങ്ങൾ നോക്കിയോ, ഗുരുവിന്റെ പരിഷ്കാരങ്ങളെല്ലാം ചെന്നെത്തുന്നത് ജാതീയമായാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും വ്യവസായ കാര്യത്തിലാണെങ്കിലും എല്ലാം ഈ സാമ്പത്തികമായ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരികയാണ്. പലവരും ചോദിച്ചപ്പോൾ അവർക്കും വിദ്യാഭ്യാസം ഉണ്ടാകണം, അവർക്കും സമ്പത്തുണ്ടാവണം, അവർക്കും മറ്റുള്ളവരെ പോലെ ജീവിക്കുവാൻ സാധിക്കണം. അപ്പൊ ഗുരു സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്രയും പ്രാധാന്യം നൽകി. അത് ഭംഗിയായി നോക്കുക. നിങ്ങൾ ലോണൊക്കെ അടയ്ക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഉണ്ട് എങ്കിൽ വരുമാനം കുറയുന്ന മാസത്തേക്ക് അല്പം മുമ്പേ കരുതി വെക്കുക. അപ്പൊ എന്തു വേണം? നിങ്ങളിലേക്ക് വരുമാനം വരുമ്പോൾ അത്യാവശ്യമായിട്ട് മാറ്റിവെക്കേണ്ട പൈസ ആദ്യം തന്നെ മാറ്റിവെക്കുക. എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് നിങ്ങൾ മാറ്റിവെക്കാനിരുന്നാൽ മാറ്റിവെക്കാനുണ്ടാകത്തില്ല. മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി പൈസ കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളെയൊക്കെ ചുരുക്കി പിടിച്ചുകൊണ്ട് അതനുസരിച്ച് നിങ്ങളുടെ അടുക്കളത്തോട്ടത്തെയും എന്തിന് ടെറസിൽ പോലും കൊണ്ടുവരാൻ സാധിക്കും. അത് ഓരോരുത്തരുടെയും ചിന്തയിൽ സാഹചര്യങ്ങളും വേറെയാണ്. അതനുസരിച്ച് നിങ്ങൾ ചെയ്യും. ഈ അറിവാണ് നമുക്ക് വേണ്ടത്. എൻ്റെ സാമ്പത്തിക സ്ഥിതി എവിടെയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി എവിടെയാണ്, ഞാൻ ഏത് തരത്തിലുള്ള ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്, അതിൻ്റെ ചെലവുകൾ അനുസരിച്ച് നമുക്ക് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ സാധിക്കും. എന്തു വന്നാലും ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും സങ്കടത്തിൻ്റെയും വിഷാദത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാലം നീണ്ടു നിൽക്കുന്നതല്ല. ഈ കാലം മാറി നിങ്ങൾക്കും ഒരു നല്ല സമയം വരും. പക്ഷെ ആ നല്ല സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചിന്തയെയും പ്രവൃത്തിയെയും ഇപ്പോഴേയും സജ്ജീകരിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ പോലും നിങ്ങളുടെ അവസ്ഥയിൽ മനം നൊന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാതിരിക്കുക. കൃത്യമായി അത് ചെയ്യുക, കൃത്യമായി പ്ലാൻ ചെയ്യുക, കൃത്യമായി അതിനുവേണ്ടി പണിയെടുക്കുക, കൃത്യമായി അതിനെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്കും നല്ല പോലെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തുവാൻ സാധിക്കും. ആ വരുമാന മാർഗങ്ങളെ കൂട്ടാൻ സാധിക്കും. ഇല്ലെങ്കിൽ 1-2 മണിക്കൂർ എടുത്ത് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തെ കൂടെ നിങ്ങൾ
വ്യവസായം പോലുള്ള കാര്യത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച്. കഴിവതും ലോണുകളിലേക്കൊക്കെ പോകാതിരിക്കുക. ലോൺ എടുക്കുമ്പോൾ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞതാണ്, 20 ലക്ഷത്തിന്റെ ലോൺ എടുത്താൽ മിക്കവാറും നിങ്ങൾ അടച്ചു തീർക്കുമ്പോൾ 60 ലക്ഷം അടയ്ക്കും. 3 ഇരട്ടിയാണ് സാധാരണയായി ഒരു നാഷണലൈസ്ഡ് ബാങ്കിന്റെ എടുത്ത്. ഇല്ല, 2.5 ഇരട്ടി ഉറപ്പായിട്ടും അടിക്കണം. അപ്പൊ അതിനെയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു സാമ്പത്തിക വ്യവസ്ഥയെ നല്ല പോലെ പഠിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തെ കൊണ്ടുപോകുവാൻ സാധിക്കും. അപ്പൊ കർക്കിടക മാസത്തെ സംബന്ധിച്ചിടത്തോളം പഞ്ഞമാസം എന്നുകൂടി ഒരു പണ്ടിതിനൊരു പേരുണ്ടായിരുന്നു. ഇന്ന് നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ അങ്ങനെയൊന്നും അറിയില്ല. എൻ്റെ അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കർക്കിടക മാസത്തിൽ മിക്കവാറും മാത്രമേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ബാക്കി സമയത്തൊക്കെ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും കപ്പയോ ചേനയോ എന്തെങ്കിലും ചെറുതായിട്ട് പുഴുങ്ങി, അത് വയറ് നിറച്ചൊന്നും കിട്ടില്ല. 1-2 കഷ്ണങ്ങളെ ഉണ്ടാവുള്ളൂ. കാരണം വീട്ടില് 8 10 അതിലധികം അംഗങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ കുട്ടികള്, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതിയും നമ്മുടെ കഷ്ടപ്പാടുകളും ഒക്കെ അറിഞ്ഞു തന്നെ വളരണം. യാതൊരു കാരണവശാലും അവർ ചോദിക്കുമ്പോൾ പണമെടുത്തു കൊടുക്കുകയോ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും സാമ്പത്തിക വ്യവസ്ഥയോ അറിയാതെ അവരെ വളർത്തിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായും കാലാനുസൃതമായി ആയിരിക്കില്ല വളരുന്നത്. അവർ വളരുന്നതനുസരിച്ച് അവര് വില കൂടിയ ബൈക്കുകളും വില കൂടിയ കാറുകളും വില കൂടിയ വസ്ത്രധാരണ വ്യവസ്ഥകളിലേക്കൊക്കെ വരും. നല്ല പ്രൊഫഷണൽ ഉയരുമ്പോൾ പോലും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സാമ്പത്തിക വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു നല്ല ഡോക്ടറെയും നല്ല എഞ്ചിനീയറെയുമാണ് എനിക്കിഷ്ടം. കാരണം അവൻ അങ്ങനെ വേണം. വളർന്നു വരുന്ന സാഹചര്യത്തെ, കുടുംബത്തെയും ഗ്രാമവ്യവസ്ഥയെയും അല്ലെങ്കിൽ അവൻ വളർന്ന പട്ടണ വ്യവസ്ഥയും മറക്കാത്തവനാണ് ഏറ്റവും നല്ല വ്യക്തിത്വത്തിനുടമയാകും. അപ്പം കർക്കിടക മാസത്തിൽ അതുപോലെ തന്നെ ഈശ്വരഭക്തിക്ക് യാതൊരു കുറവും വരരുത്. ഈശ്വരഭക്തി കൊണ്ട്, ഈശ്വര ആരാധന കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വ്യാധിക്ഷമത്വം, ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശേഷിയെ ഗംഭീരമായി നിലനിർത്തി കഴിഞ്ഞാൽ, മനസ്സിന്റെ ധൈര്യം വളരെ ഭംഗിയായി ഉയർത്തി നിർത്താൻ സാധിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി തന്നെ നടന്നുകൊള്ളും. ഇപ്പൊ ഗുരുവിൻ്റെ ക്ഷേത്രങ്ങളിൽ പോവുക, രാവിലെയും വൈകിട്ടും വിളക്ക് തെളിച്ച് നല്ലപോലെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ജോലി ചെയ്യേണ്ട സമയത്തു കൂടിയുള്ള പ്രാർത്ഥന മാറ്റണം. ജോലിക്ക് ജോലിയുടെ സമയമുണ്ട്, പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയുടെ സമയമുണ്ട്. ജോലിയുടെ സമയത്തൂടെ പ്രാർത്ഥന വന്നാൽ അത് ഗുരു വളരെ എടുത്തു പറയുന്നുണ്ട്. കർമ്മ മണ്ഡലങ്ങളിൽ നമ്മൾ വ്യാപൃതരാകേണ്ട സമയത്ത് പ്രാർത്ഥനയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കർമ്മം ചെയ്യാതെ കണ്ട് കഴിഞ്ഞ കാലത്ത് ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആയിപ്പോകുമല്ലോ എന്ന് ചിന്തിക്കുന്നത് പോലെയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രാർത്ഥനയ്ക്കും ജോലിക്കും വിശ്രമത്തിനും വ്യായാമത്തിനുമൊക്കെ ഇവിടെ എല്ലാം പ്രാധാന്യമായി വരുന്നത് നിങ്ങളുടെ സമയവ്യവസ്ഥയെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോൾ എഴുന്നേൽക്കുന്നു, എപ്പോൾ ഉറങ്ങുന്നു, അതിനിടയിൽ നിങ്ങളുടെ കർമ്മം, അടുക്കളയിലെ ജോലി, വെളിയിൽ പോക്ക്, വ്യായാമം, ഇതിനൊരു നല്ല ടൈം ടേബിൾ ഉണ്ടാക്കുക, നല്ല ഷെഡ്യൂൾ ഉണ്ടാക്കുക. അതാണ് സാധാരണ ആൾക്കാർക്കില്ലാത്തത്. അത് വേണം. അതനുസരിച്ച് വേണം നമ്മൾ പ്രാവർത്തികമാക്കുക. നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് രാവിലെ തന്നെ ബാങ്കിൽ പോയി പൈസ അടച്ചതിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. അത് മറന്നാൽ ആ പ്രാവശ്യത്തെ അടവ് മാറും. നിങ്ങളുടെ കർമ്മമണ്ഡലം അനുസരിച്ച്, നിങ്ങളുടെ ജോലി അനുസരിച്ച്, നിങ്ങളുടെ കുടുംബത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ടൈം ടേബിൾ കൊണ്ടുവരിക. അതനുസരിച്ച് നിങ്ങൾ പ്രവൃത്തി പദത്തിലേക്ക് വരും. ഒന്ന് നിങ്ങൾ ഉറപ്പിച്ചു, സാമ്പത്തികമായാലും ആരോഗ്യമായാലും കുടുംബ വ്യവസ്ഥകളായാലും ബന്ധങ്ങളായാലും അതൊന്നും എപ്പോഴും മോശമായി തന്നെ തുടരത്തില്ല. എപ്പോഴും അത് അസന്തോഷം മാത്രം സമൃദ്ധിയും പ്രദാനം ചെയ്യുന്നതായിരിക്കില്ല. അത് മാറി മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ആ മാറി മറവുണ്ടെന്നുള്ള അറിവാണ്, ആ തിരിച്ചറിവാണ് നമുക്ക് ജീവിക്കുവാനും നമുക്ക് മനസ്സിന് ധൈര്യം കൊണ്ടുവരുന്നതും നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷിയും ഒക്കെ കൊണ്ട്. അപ്പം കർക്കിടക മാസത്തിൽ നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ അനുസരിച്ചുള്ള ആഹാര വ്യവസ്ഥയും അതുപോലെ തന്നെ
വ്യായാമ വ്യവസ്ഥകളും ജോലി വ്യവസ്ഥകളും ഒക്കെ കൊണ്ട് ഇനി മറ്റുള്ള മാസങ്ങളിലൊക്കെ നിങ്ങൾ നല്ലപോലെ പണിയെടുക്കുന്ന ആളാണ്. കർക്കിടക മാസത്തിൽ ഇത്തിരി പണി കുറവാണ്. നല്ലപോലെ ഉറങ്ങി ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കുട്ടികളോടും ജീവിത പങ്കാളിയോടും ഒപ്പം ഇരുന്ന് നല്ല കളികളൊക്കെ കളിച്ച് നല്ലപോലെ വർത്തമാനമൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ സമയത്തെ മാറ്റിക്ക് ഒരു പ്രശ്നവുമില്ല. ഇതെല്ലാം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. കാരണം നിങ്ങളെപ്പോലെ നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും നിങ്ങളുടെ കുടുംബ വ്യവസ്ഥയും നിങ്ങളുടെ സാമൂഹിക വ്യവസ്ഥയും അറിയുന്ന വേറൊരാളുമില്ല. നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളുടെ കൂടെ കിടക്കുന്ന ആള് പോലും ഇപ്പം നമ്മൾ കർക്കിടക മാസത്തിന്റെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. കാരണം അവർ ഉറങ്ങുകയാണ്. അതായത് ജ്ഞാനത്തിന്റെ കാര്യത്തിൽ നമ്മളെ നമുക്കറിയാവുന്ന പോലെ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ്, നിങ്ങളെ നിങ്ങൾ അറിയുന്നത് പോലെ, നിങ്ങൾ ബഹുമാനിക്കേണ്ട പോലെ, നിങ്ങൾ സ്നേഹിക്കേണ്ട പോലെ മറ്റൊരാളും സ്നേഹിക്കില്ല. പിന്നെ സ്ത്രീകളോട് ഞാൻ എടുത്തു പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ആഹാര വ്യവസ്ഥയും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും മറ്റു കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആഹാരത്തിൻ്റെ സമയവും നിങ്ങളുടെ ഉറക്കത്തിൻ്റെ സമയവും അമിതമായി ചിലവഴിക്കരുത്. നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങളുടെ ശരീരത്തെ നോക്കാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ. കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യുക. നമ്മൾ നിൽക്കുന്ന അടിത്തറ പതറിക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, കർമ്മം അനുഷ്ഠിച്ച് തിരിച്ചു വരുമ്പോൾ നമുക്ക് നിൽക്കാൻ പ്രതലമുണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആഹാര കാര്യത്തിലും വിശ്രമത്തിൻ്റെ കാര്യത്തിലും ഉറക്കത്തിൻ്റെ കാര്യത്തിലും യാത്രകളുടെ കാര്യത്തിലും ഒന്നും നിങ്ങൾ പുറകോട്ട് പോകരുത്. അത് നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ എന്താണോ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് ഒരു കാരണവശാലും നിങ്ങൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത്. പല സ്ത്രീകളും ക്ലിനിക്കിൽ വന്ന് സംസാരിച്ച് കഴിയുമ്പോഴാണ് വൈകിട്ട് 8:30 ഭക്ഷണം കഴിച്ചായിരിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 11:30 മണിക്ക്. അവർ പറയുന്ന കുട്ടികളെ എല്ലാം വിട്ട് അടുക്കളയിലെ പണിയെല്ലാം ഒതുക്കിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ. ഒരിക്കലും ചെയ്യരുത്. തീർച്ചയായും ഇപ്പം കർക്കിടക മാസം വളരെ കൃത്യമായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നല്ലപോലെ ആലോചിച്ച് പ്രവർത്തിച്ച് നല്ല ആരോഗ്യമുള്ള, സന്തോഷമുള്ള, സമൃദ്ധിയുള്ള, സമാധാനമുള്ള മനസ്സും കുടുംബവും ഗ്രാമവും ഗുരു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.